ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാ ഞാൻ പടവലത്തേക്കൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇതിലും നല്ലത് നോക്കാതിരിക്കണതാ, കുടുംബം പറ്റ പിടിക്കും. எனக்கு கிச்சன்ல நிறைய வேலை இருக்கு. എന്നാ പിന്നെ ഞാനും വരുന്നേ. ഇവിടെ കൊണ്ട് വെച്ച് എന്തോ നമ്മമ്മ എന്റെ കണ്ണാടി കാണുന്നില്ല. കണ്ണാടി? ഏത് കണ്ണാടി? സൗന്ദര്യം നോക്കുന്ന കണ്ണാടി. എന്റെ കണ്ണട. ഓ, കണ്ണി വെക്കുന്ന കണ്ണട. എവിടെ പോയി? അത് എന്നോടാന്ന് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ വെച്ചിട്ട് കാണുന്നില്ലെന്ന്. അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടോ നോക്കി? പെട്ടെന്ന് കണ്ടുപിടിക്കാം അമ്മമ്മ. വന്നിട്ട് വേണം ഇവിടെ ചില ആൾക്കാരുടെ കണക്കൊക്കെ പുറത്തെടുക്കാൻ. താൻ കുറെ അല്ലോടോ കണക്കിന്റെ കാര്യം പറയണം. അങ്ങനെയാണെങ്കിലേ സിദ്ധോളയം വന്ന് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ചിലവര് മുക്കും. ഒന്ന് തന്നാണ്ടല്ല. ഇത് പ്രശ്നം എന്താണ്? ഇത് തന്നെ ഉള്ളത് പറയുമ്പോ കള്ളന് തുള്ളല് ഓടും. അമ്മമ്മേ പെട്ടെന്ന് തന്നെ കണ്ണട കണ്ടുപിടിക്കുക കേട്ടാ. വേണമെങ്കിൽ ഞാനും സഹായിക്കാം. ഒരുത്തന്റെ കള്ളത്തരം മൊത്തം പൊളിച്ചെടുക്കണം. ഓടോ. എടാ നിനക്ക് എന്തുവാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിക്കുന്നേ? അമ്മൂമ്മക്ക് കണ്ണട ഇല്ലാതെ കണക്ക് നോക്കാൻ പറ്റില്ല. നീ കണ്ടായിരുന്നോ എന്റെ കണ്ണട? ഇല്ല, കാണുന്നില്ലടാ. കണക്ക് നോക്കണമെങ്കിൽ കണ്ണട ഇല്ലാതെ പറ്റത്തുമില്ല. എന്താടാ? ഒന്നുമില്ല. അലമാരി നടച്ചേക്കണം കേട്ടോ. ഞാനങ്ങനെ പറയും. രണ്ടെണ്ണം മുങ്ങും ചെയ്തു. ചേട്ടാ എന്തോ പ്ലാൻ? സിമ്പിൾ പ്ലാൻ. ഇതിപ്പോ ഞാൻ ഒരു തഞ്ചത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിപ്പോയ പീസ് എല്ലാവരും എടുത്ത് വെച്ചത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാ? ഇത് നമ്മൾ അമ്മൂമ്മ നിൽക്കുന്നതിൻ്റെയോ ഇരിക്കുന്നതിൻ്റെയോ സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നു. അമ്മൂമ്മ ഇത് കൈ തട്ടിയാ ടക്കനെ തറ വീണ് അങ്ങ് പൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ അമ്മൂമ്മയുടെ തറയ്ക്കും വെച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ, സേഫ്. ചേട്ടാ അത് കള്ളത്തരല്ലേ? എന്നിട്ട് മക്കളൊരു കാര്യം ഞാൻ ചെന്ന് പറ. നീയാ പൊട്ടിച്ചെന്ന് പറയടി. ഞാനല്ലല്ലോ പൊട്ടിച്ചത്, നമ്മളെല്ലാരും കൂടെ അല്ലേ. അതപ്പോ എന്നാലും ഇത് ഞാൻ എവിടെ കൊണ്ട് വെച്ച് കണ്ണട? നീ പറഞ്ഞോലെ എന്റെ ഓർമ്മ പിശകാണോ? അറിയാൻ വയ്യ. നോക്കാൻ ഒരിടവും ബാക്കിയില്ല. ഇതെന്തൊരു കഷ്ടമാന്ന് പറ. എന്നമ്മാ എന്റെ കണ്ണട കാണുന്നില്ലെന്നേ. ഞാൻ അലമാരിക്കകത്ത് ആ ബുക്കിന്റെ കൂടെ വെച്ചതാ. എനിക്ക് നല്ല ഓർമ്മയാ. அம்மா அலமாரைக்குள்ள இருக்காது, வேற எங்கேயாவது நீங்க வச்சிருப்பீங்க. വേറെ എവിടെയെങ്കിലും വെക്കുന്ന നീ കണ്ടായിരുന്നോ? പിന്നെന്താ? நான் சொன்னேன், அவ்வளோதான். എന്താ? എന്റെ കണ്ണട കാണുന്നില്ല കൊച്ചേ. അത് പുതുമുള്ളൊരു കാര്യമല്ലല്ലോ, എപ്പോഴും കാണാതെ പോണതല്ലേ. എപ്പോഴാ കാണാതെ പോകുന്നത്? അല്ല, അമ്മൂമ്മ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കും, എന്നിട്ട് അത് മറന്നു പോകും. അതിപ്പോ നമ്മുടെ കുഴപ്പമാണോ അമ്മൂമ്മ? ഇനി മറവിയെ പറ. അയ്യോ, ഞാൻ മറവിനെ പറഞ്ഞതല്ല, അത് പ്രായമായവർക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഇത്. ഇനി പ്രായത്തെ പറഞ്ഞാ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇടയ്ക്ക് എപ്പോഴാ എന്റെ കണ്ണട കാണാതെ പോയിട്ടുള്ളേ? എപ്പോഴാടാ കാണാതെ പോയിട്ടുള്ളത്? അമ്മൂമ്മയുടെ കണ്ണട. അമ്മൂമ്മയുടെ കണ്ണട കാണാതെ പോയിട്ടുണ്ടോ? ഇന്നാളെ അമ്മൂമ്മ കണ്ണട തലയിൽ വെച്ചിട്ട് ഇവിടെ കണ്ണട നടന്നില്ലായിരുന്നോ? അത് ഇന്നാളൊന്നും അല്ല, ഒരുപാട് നാളായി. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇതാണ് പറഞ്ഞത് അമ്മൂമ്മക്ക് ഓർമ്മക്കുറവുണ്ടെന്ന്. എന്തെങ്കിലും പറയുമ്പോ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ആ കണ്ണട ഇത് എവിടെ പോയി? 14,000 രൂപ കൊടുത്ത് മേടിച്ച കണ്ണടയായിരുന്നു. அம்மா அந்த கண்ணடை வாங்கிட்டு ஒரு 3 வருஷம் ஆயிருக்கும்ல. അപ്പൊ പഴയതായി പുതിയത് മേടിക്കാലോ. അതെ, പുതിയത് മേടിക്കാൻ 10-15 രൂപ എടുത്ത് പുതിയ കണ്ണാടി കിട്ടൂലേ? എന്തോ പറഞ്ഞേ? 15 രൂപ. 10,000 രൂപ നിന്റെ കയ്യിലുണ്ടോ? പിന്നെന്താ മിണ്ടാതെ അവിടെ ഇല്ലേ? ചേച്ചി കാശ് കൊടുക്ക് മേടിച്ചു തരും. അതിന് പുതിയ കണ്ണടയുടെ ആവശ്യം എന്താ? ആ കാണാതെ പോയത് കണ്ടുപിടിച്ചാ പോരെ? അത് തന്നെ, പഴയ കണ്ണടക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും. ലച്ചു, നിന്റെ മുറിയിലെങ്ങാണോ ഉണ്ടോ? എന്റെ മുറിയിൽ എങ്ങനെയാ അമ്മൂമ്മയുടെ കണ്ണട വരുന്നേ? എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴത്തേന് വലിയ കുഴപ്പമാ. ഞാനും കൂടെ അങ്ങോട്ട് പോട്ടെ, അല്ലെങ്കിൽ എല്ലാം വലിച്ചു മാറ്റിടും. ചേട്ടാ ചേച്ചെങ്ങാനും കണ്ടായിരുന്നെങ്കി
കണ്ടായിരുന്നെങ്കിൽ ഉയിരെടുത്തേനെ അത്ര തന്നെ. ஆமா என்னோட உசிரே போச்சு இப்போ. നാല് അമ്മൂമ്മ എവിടൊക്കെ നടന്ന് എന്തൊക്കെ തട്ടിയിട്ട് മറിക്കണ്. ഒന്ന് തട്ടി മറിച്ചിട്ടായിരുന്നെങ്കിൽ നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു കിട്ടിയേനെ. ചേട്ടാ എല്ലാം പൊളിഞ്ഞല്ല. എന്തൊക്കെയായിരുന്നു. കണ്ണാട അവിടെ കൊണ്ട് വെക്കുന്നു, അമ്മൂമ്മ തട്ടിമറിച്ചിടുന്നു, അത് പൊട്ടുന്നു, അമ്മൂമ്മയുടെ തലയ്ക്ക് ആക്കുന്നു. ഇപ്പൊ എല്ലാം പൊളിഞ്ഞില്ലേ? വെറുതെ അല്ല ചേട്ടനെ മണ്ടനെന്ന് വിളിക്കുന്നത്. ആടി തന്നെ നീയൊക്കെ ചെയ്യണ കണ്ണന്തിരി ഒളിപ്പിക്കാൻ ഞാൻ വേണം. അവസാനം എനിക്ക് മണ്ടന്ന് വേറല്ലേ ഇവിടെ വിളിക്കട്ടെ. അമ്മൂമ്മ അത് എവിടെ പൊട്ടിച്ച കല്ലു നിക്കണോ? டேய் அம்மா வந்து ரொம்ப கோவத்துல இருக்காங்க. டைம் போக போக கோவம் ஏறிட்டே வருது. நான் ஆனா என்ன சொன்னேன்னா, நீங்க கண்ணாடி அங்க வச்சிருப்பீங்க இங்க வச்சிருப்பீங்க சொல்லிட்டு அம்மாவை அங்கே இங்கே எல்லாம் தேட விட்டுருக்கேன். எனக்கு வயத்தெல்லாம் ஒரு மாதிரியா இருக்கு, பயந்துட்டு. இப்போ நம்ம சொன்னது எல்லாமே பொய்ன்னு நினைக்கும் போது எனக்கு ஒரு மாதிரியா இருக்கு. എന്നാ പിന്നെ സത്യം പോയങ്ങ് പറ. ஐயோ அது எப்படி சொல்ல முடியும்? அம்மா திட்டுவாங்கல்ல. അതാ ഞങ്ങളൊന്നും പറയാതിരിക്കുന്നേ. டேய் என்ன செய்வோம்டா? ഞാൻ അതല്ലേ ആലോചിച്ചിരിക്കണോടെ. കനാൻഡി ഒരു കാര്യം ചെയ്യാവൂ. ചെന്നിട്ട് അമ്മൂമ്മയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരിക. நான் போக மாட்டேன். ഫുള്ള് കേൾക്കുക. ഫുള്ള് കേട്ടിട്ട് ബാക്കി പറയാ. ചെല്ലിയ അമ്മൂമ്മയെ വിളിച്ചോണ്ട് വരിക. അമ്മൂമ്മയുടെ നമ്മള് കാര്യമൊക്കെ പറഞ്ഞ് നൈസിൽ ഇവിടെ ഇരുത്തുന്നു. ഇവിടെ നമ്മള് കണ്ണാടി വെച്ചേക്കുന്നു, അമ്മൂമ്മ ഇരിക്കുന്നു, പൊട്ടുന്നു. അതെങ്ങനെ നടക്കുന്ന? എന്ത് കണ്ണാടി തെരിയുംല ചേട്ടാ, നമ്മൾ ഇരിക്കുന്നിടത്ത് കണ്ണാടി ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലേ നമ്മ ചോദിക്കത്തില്ലേ? അതിന് ഐഡിയ ഉണ്ട്. ഒരു തുണിയോ തോർത്തോ എന്തെങ്കിലും നീ എടുത്തോണ്ട് പോവാ, അതുകൊണ്ട് നിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇടുന്നു. അമ്മൂമ്മ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ തോർത്തങ്ങ് എടുക്കാം. അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് അയ്യോ എന്തോ സൗണ്ട് കേട്ടല്ലോ, കണ്ണാടി പൊട്ടിപ്പോയോ, അമ്മൂമ്മ കയറി ഇരുന്നു. സിമ്പിൾ പോരെ? ഇതെല്ലാം നടക്കുമാടാ? അതൊക്കെ ഞാൻ നടത്തി കാണിച്ചു തരാം. അല്ലെ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, കനാൻഡിയെ പൊട്ടിച്ചെന്ന് ചെന്ന് പറ. അയ്യോ നാനാ? ഒരു കണക്കിന് പറഞ്ഞാൽ കനാൻഡിയാണ് മെയിൻ കുറ്റവാളി. അയ്യോ അതെപ്പടി? കനകാൻഡി ഗ്ലാസ് അവളുടെ കൊടുക്കുന്ന സമയത്താണല്ലോ കണ്ണട താഴെ വീണ് പൊട്ടിയത്. അത് അവ പിടിക്കല്ലേ, അതിനാല് തന്നെ. ആരുടെ കയ്യിൽ വീണ? കനാൻഡിയുടെ കയ്യിൽ നിന്നാണല്ലോ. അങ്ങനെ ഒരു ലോ പോയിന്റ് ഉണ്ടല്ലേ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടില്ലേട്ടാ. കനാൻഡി ഇപ്പൊ ചെന്ന് അമ്മൂമ്മയെ വിളിച്ചോണ്ട് വരുന്നോ അതോ ഇത് പൊട്ടിച്ചത് കനാൻഡി എന്ന് ഞാൻ പറയണോ? അയ്യോ വേണ്ട, ഞാനേ പോയി അമ്മാവെ കൂട്ടിട്ട് വരാം. ശരി. മധുര മീനാക്ഷി കാപ്പാത്തുങ്ക. ആറു മക്കളെ, നീ പോയി തോർത്തെടുത്തു ചെല്ല്. പോയി തോർത്തെടുത്തോണ്ട് വാടി, ഇല്ലെങ്കിൽ നിന്നെ തലക്കിടും. കനകാൻഡി എന്നപ്പോ നീ മേടിച്ചില്ല, ലോ പോയിന്റ് മാറിയാ? വേണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. ലോ പോയിന്റ് നമ്മടുത്ത്. ചേട്ടാ തോർത്തില്ല, തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ മതി. ഏത് രീതി വെച്ചാൽ കറക്റ്റ് പൊട്ടുന്ന ഫീൽ ചെയ്ത അത്